അപ്പൊ ഉമ്മ ചേച്ചി മോഹൻ ചേട്ടാ റെഡ് കാർപ്പറ്റിലേക്ക് വീണ്ടും രണ്ടുപേർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു യാത്ര ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് പാട്ടൊക്കെ പാടും, അത് വീണ്ടും നമുക്ക് മോഹൻ ചേട്ടൻ തന്നെ പാട്ട് കൊടുക്കണോ? മോഹൻ ചേട്ടൻ നല്ലൊരു പാട്ടുകാരനാണ്. ഏത് പാട്ടാ? മലയാളം, തമിഴ്, തെലുഗു, കന്നഡ? ഒരു മലയാളം രാമു കാര്യാട്ടന്റെ ഒരു പടം ദ്വീപ്. പാട്ട് പാടിയിരിക്കുന്നത് തലത് മുഹമ്മദ്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പടമാണ്. ശരി, അപ്പൊ അതിനകത്ത് ആ പാട്ട് തന്നെ പാടാം. മോഹൻ ചേട്ടൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ തമിഴ് മെലഡീസ് മോഹൻ ചേട്ടൻ ഇടയ്ക്ക് മൂളാറുണ്ടല്ലോ, അതൊന്നും എന്താ ലിറിക്സ്? ഓക്കെ, ഫൈൻ ഫൈൻ. തമിഴ് മെലഡീസ് ആക്ച്വലി തമിഴ് പാട്ടുകൾ മൂളാറേ ഉള്ളൂ. 80s 90s. അതുകൊണ്ട് ചോദിച്ചാൽ കേൾക്കാൻ പറ്റാൻ വല്ല ചാൻസ് ഉണ്ടോ? അതൊക്കെയാണ് മൂളാറ്. അപ്പൊ എന്തായാലും ഈ പാട്ടിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു. യൂത്തന്മാർക്ക് വേണ്ടി വേറെ എന്തെങ്കിലും പാട്ട് പാടണമെന്നുണ്ടോ? ഇല്ല, യൂത്തന്മാർക്ക് വേണ്ടിട്ട് ഞാനൊന്ന് അടുത്ത മാസം പാടാം. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് തന്നെ കേട്ട് കാണാം. താങ്ക് യു. കടലേ നീലക്കടലേ നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ? നീറുന്ന ചിന്തകളുണ്ടോ? കടലേ നീലക്കടലേ. ഒരു പെൺമണിയുടെ ഓർമ്മയിൽ മുഴുകി ഉറങ്ങാത്ത രാവുകളുണ്ടോ? ഒരു പെൺമണിയുടെ ഓർമ്മയിൽ മുഴുകി ഉറങ്ങാത്ത രാവുകൾ ഉണ്ടോ? കടലേ നീലക്കടലേ. താരമനോഹര ലിപിയിൽ വാനം പ്രേമ കവിതകൾ എഴുതുന്നു. താരമനോഹര ലിപിയിൽ വാനം പ്രേമ കവിതകൾ എഴുതുന്നു. ആരോ മലാളെ ആരോ മലാളെ അരികിലിരുന്നത് പാടിത്തരുവാൻ ആരോ മലാളെ നീ വരുമോ? കടലേ നീലക്കടലേ നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ? നീറുന്ന ചിന്തകളുണ്ടോ? കടലേ നീലക്കടലേ. നമ്മുടെ പഴയ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷൻ പോലെ നമുക്ക് ഈ പാട്ടിനെ കൊണ്ടുപോകാം. താങ്ക് യു ചേട്ടാ. അപ്പോൾ എന്തായാലും പാട്ടും ഡാൻസും അല്ലെങ്കിൽ ഗെയിമും ഒക്കെ കളിച്ച് നിങ്ങൾ നമുക്ക് വേണ്ടി ഇത്രയും സപ്പോർട്ടീവായിട്ട് നിന്നു. അപ്പോൾ രണ്ടുപേർക്കും കൂടിയുള്ള ഒരു ചെറിയൊരു സ്നേഹ സമ്മാനം കൂടി റെഡ് കാർപ്പറ്റ് ടീമിന്റെ വക ഞാൻ നൽകാൻ പോവാണ്. ചേട്ടൻ നോക്കി, കനകസിംഹാസനം എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ സ്ഥലമില്ലാതെ. നമ്മുടെ മെയിൻ സെഗ്മെന്റ്, നമ്മുടെ ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി പെർഫോമൻസുമായിട്ട് ഒരു പെർഫോമർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവർ വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. സോ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരാൻ പോകുന്ന പെർഫോമറെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് നമുക്ക് വേണ്ടി ഒരു വെറൈറ്റി പെർഫോമൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അത് എന്താണെന്നുള്ളത് ഒരു സർപ്രൈസ് ആണ്. എന്തായാലും ആ കുട്ടി വന്ന നമുക്ക് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയാലേ കാര്യങ്ങൾ എവിടം വരെയാണെന്ന് അറിയുള്ളൂ. വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലിജ ദിനു.
സുലിജ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമുക്ക് വേഷം കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരിക്കും, അതും ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആയിരിക്കും എന്നറിയാം. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസർ ആണ് അല്ലേ? എത്ര വർഷം പഠിച്ചു? ഞാൻ ചെറുതോട്ടെ പഠിക്കുന്നുണ്ട് ഡാൻസ്. നൃത്തവും ചിത്രവും രണ്ടും ഒരേ സമയത്താണോ പഠനം തുടങ്ങിയത്? അതെ, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് ചിത്രവും വരയ്ക്കും. അപ്പോൾ ഈ ചിത്രം ആദ്യമായിട്ട് വരച്ച പടങ്ങള് അത് നമ്മുടെ കണ്ണിൽ കാണുന്നതാണോ, അതെയോ ആരെങ്കിലും പറഞ്ഞു തന്ന എന്തെങ്കിലും വരയ്ക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ വരച്ചു തുടങ്ങിയത്? കുട്ടിക്കാലത്ത് ചിത്രങ്ങള് വരയ്ക്കുമായിരുന്നു. കഴിവ് മനസ്സിലാക്കിയിട്ട് അമ്മ മത്സരങ്ങൾക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ ചിത്രത്തിൽ പ്രൈസ് കിട്ടാൻ വേണ്ടി. അതായത് ഇത് പെൻസിൽ ഡ്രോയിങ്, വാട്ടർ പെയിന്റിംഗ് എല്ലാം എല്ലാം ഉണ്ട്. അത് ശരി. നല്ലൊരു ആദ്യമായിട്ട് കിട്ടിയൊരു സമ്മാനത്തെ കുറിച്ച് ഓർമ്മ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ആദ്യകാലം നമുക്ക് ഗവൺമെന്റിന്റെ ഒക്കെ പ്രൈസ് ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പോ പയ്യന്നൂർ ആണ് എന്റെ സ്ഥലം. അപ്പൊ പയ്യന്നൂർ വരാന്തയിലൂടെ നടന്നു പോയപ്പോൾ ആ കുട്ടി അപ്പോൾ അവിടെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു മത്സരം സംഘടിപ്പിച്ചപ്പോൾ അവിടെ ഒരു ആദ്യമായിട്ട് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്വർണ്ണ മെഡൽ കിട്ടി. അടിപൊളി. അപ്പോൾ അതാണ് ഫസ്റ്റ് ഗോൾഡ് മെഡൽ. അത് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പൊ ഈ ചിത്ര ഇതൊക്കെ ഇങ്ങനെ വരച്ചിട്ട് ഒരു എക്സിബിഷൻ നടത്തുക അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചിത്രങ്ങൾ കൊടുക്കാറുണ്ട്, സെയിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡിഗ്രി ഫൈൻ ആർട്സിൽ ചെയ്തതിന് ശേഷം പ്രൊഫഷണൽ ആയിട്ട് തന്നെ പെയിന്റിങ്സ് ചെയ്യും. അപ്പൊ അങ്ങനെ എക്സിബിഷൻസിന് വേണ്ടിട്ട് കുറെ ചിത്രങ്ങൾ വരച്ച് റെഡി ആക്കിയിട്ടുണ്ടോ? ഇപ്പോ ചെയ്യാറുണ്ട്. കുറച്ച് ചിത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നതിന് നമുക്കും കൂടി ഒന്ന് കാണാമായിരുന്നു അല്ലേ? ഒരു പെയിന്റിംഗ് ഉണ്ട്. ഒരു പെയിന്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പാകത്തിന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു സ്വപ്നവേദിയാണിത്. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഡാൻസർ ആണല്ലോ. യെസ്. അപ്പോൾ ഒരു സമ്മാനം കൊണ്ടുവരാതെ എനിക്ക് ഇങ്ങോട്ട് വരാൻ വയ്യ. അപ്പൊ അങ്ങനെ ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, അത് ശരി. ഭയങ്കര ജീവനുള്ള പോലത്തെ ഒരു പിക്ചർ. എന്റെ കറക്റ്റ് ഐബ്രോ, പൊട്ട്, കണ്ണൊക്കെ അടുത്ത കാലത്ത് ഇത്രയും സന്തോഷം കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. ഇതാണ് ബെറ്റർ. ഇത് വേണ്ട. ഇതാണ് ശരിക്കുള്ള ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. ഗംഭീരമായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് ഇവിടെ വന്ന് കുറച്ച് പേര് പെയിന്റിങ്സ് ഒക്കെ തന്നെ, പക്ഷെ ഒരു വലിയ ക്യാൻവാസിൽ ഇങ്ങനെ ഒരു പെയിന്റിംഗ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. സൂപ്പർ. ഒരുപാട് സന്തോഷം. താങ്ക് യു.